പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ആറന്മുള ഉൾപ്പെടുന്ന ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ വികസനങ്ങളുടെ നേർസാക്ഷ്യമാണ് ഇനി ഒരുമിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ. ഉത്രട്ടാതി ജലമേളയും ആറന്മുള കണ്ണാടിയും ഉൾപ്പെടെ ലോക ശ്രദ്ധയാകർഷിക്കപ്പെട്ട ആറന്മുളയിൽ നടക്കുന്നത് പേരിനും പെരുമയ്ക്കും തിലകം ചാർത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ്. കോഴഞ്ചേരി താലൂക്കിൽ ഉൾപ്പെടുന്ന പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ആറന്മുള, ചെന്നീർക്കര, ഇലന്തൂർ, കോഴഞ്ചേരി, കുളനട, മുല്ലശ്ശേരി, മെഴുവേലി, നാരങ്ങാനം, ഓമല്ലൂർ എന്നീ പഞ്ചായത്തുകളും തിരുവല്ല താലൂക്കിൽ ഉൾപ്പെടുന്ന ഇരവിപേരൂർ, കോയിപ്രം, തോട്ടപ്പുഴശ്ശേരി എന്നീ പഞ്ചായത്തുകളും ചേർന്ന നിയമസഭാ മണ്ഡലമാണ് ആറന്മുള. ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വള്ളപ്പാടിന് മുന്നിലാണ് ആറന്മുള എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. ആറന്മുള നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ മുൻപില്ലാത്ത വിധം വൻ വികസന മുന്നേറ്റമാണ് നടന്നത്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നവകേരള മിഷൻ, കിഫ്ബി പദ്ധതികൾ, വിവിധ വകുപ്പുകളുടെ പദ്ധതികൾ, മന്ത്രി കൂടിയായ വീണ ജോർജ് MLA ആസ്തി വികസന പദ്ധതി തുടങ്ങിയവ സമന്വയിപ്പിച്ചാണ് ഇത്രയേറെ വികസന മുന്നേറ്റങ്ങൾ സാധ്യമാക്കിയത്. പത്തനംതിട്ട നഗരവും ആറന്മുള മണ്ഡലവും ഇന്ന് കാണുന്ന വികസന നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ കിഫ്ബി പദ്ധതികളാണ് എന്ന് പറയുന്നതിന് രണ്ടാമത് ഒന്ന് ആലോചിക്കേണ്ടതായിട്ടില്ല. 10 വർഷക്കാലം ആറന്മുള നിയോജക മണ്ഡലത്തിൽ കേരളത്തിൻ്റെ വിവിധ മേഖലകൾ എന്നതുപോലെ തന്നെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ കരുതൽ ആറന്മുള നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് താങ്ങായത് വീണ ജോർജിന്റെ നേതൃത്വത്തിലാണ്. സമഗ്ര വികസനത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ഹരിത കേരളം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം, ലൈഫ് എന്നിവ ജനങ്ങളുടെ ജീവിത നിലവാരം മികച്ചതാക്കുന്നതിൽ നിർണായകമായി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സാധാരണക്കാരുടെ മക്കൾക്ക് സ്മാർട്ട് ക്ലാസുകൾ ലഭ്യമാക്കാൻ സാധിച്ചു. 5 കോടി രൂപ ചെലവിൽ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിനെ മികവിന്റെ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിന്റെ പ്രവർത്തനം നടന്നുവരികയാണ്. ഓരോ മണ്ഡലങ്ങളിലും എത്തുമ്പോൾ കിഫ്ബി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ കിഫ്ബിയിൽ നിന്നും ധനസമാഹരണത്തിലൂടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ആ മണ്ഡലത്തിലാകെ നിഴലിച്ച് നിൽക്കുകയാണ്, അനുഭവവേദ്യമാവുകയാണ്, തൊട്ടറിയാൻ കഴിയുന്നതാണ്, കാഴ്ചയിൽ വളരെ വ്യക്തമായി പൊതുജനങ്ങളുടെ മുൻപിലുണ്ട്. നിലവിലെ ആറന്മുള മണ്ഡലത്തിലെ റോഡുകൾ, ഗതാഗത സൗകര്യം, അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ മേഖല, വ്യത്യസ്തമായ സാമ്പത്തിക രംഗത്ത് ഇടപെടാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ എല്ലാം പിന്നിൽ കിഫ്ബി ഉണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയും. പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെയും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയുടെയും കുടുംബക്ഷേമ കേന്ദ്രങ്ങളുടെയും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ചികിത്സാ സൗകര്യങ്ങൾ മികച്ചതാക്കുന്നതിനും ആർദ്രം മിഷനിലൂടെ സാധിച്ചു. കിഫ്ബി പദ്ധതിയിൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ആധുനിക കാത്ത് ലാബും ICUവും നിർമ്മിച്ചു. നഗരത്തിലെ ജനറൽ ആശുപത്രി അത് ഇന്നത്തെ നിലയിലേക്ക് ഉയർന്നത്
ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിന് ഇടയിലാണ്. നമുക്കറിയാം, ജില്ലാ ആസ്ഥാനത്തിന്റെ ആവശ്യകതകൾ ആകെ നിറവേറ്റാൻ കഴിയുന്ന ഒരു ജനറൽ ആശുപത്രി ആയിരുന്നില്ല പത്തനംതിട്ടയുടെ. ഒരു നെഞ്ചുവേദന വന്ന് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നാലും ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്നും ഒരു കാത്ത് ലാബ് കേരളത്തിലെ ചുരുക്കം പ്രദേശങ്ങളിൽ ആശുപത്രികളിൽ മാത്രമുണ്ടായിരുന്ന കാത്ത് ലാബ് യാഥാർത്ഥ്യമായത് ഈ 10 വർഷത്തിനിടയിലാണ്. ശ്രീമതി വീണ ജോർജ് MLA ആയി വന്നതിന് ശേഷമാണ് എന്നതുകൂടി നാം അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിലയിലേക്ക് പത്തനംതിട്ട ജനറൽ ആശുപത്രി ഉയരുകയാണ്. കിഫ്ബിയുടെ അടക്കം സഹായത്തോടുകൂടി മറ്റെല്ലാ വിഭവങ്ങളും സമാഹരിച്ചുകൊണ്ട് ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി തുടങ്ങിയിട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ ഏറെ മികവോടുകൂടി മുന്നോട്ട് പോവുകയാണ്. വളരെ വേഗതയിലാണ് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ കഴിയും. ജനറൽ ആശുപത്രി പത്തനംതിട്ടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നൽകാൻ കഴിയുന്ന നിലയിലേക്ക് പത്തനംതിട്ടയിൽ ആറന്മുളയിൽ ആരോഗ്യരംഗത്ത് വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കും. കോഴഞ്ചേരി മണ്ണാറക്കുളഞ്ഞി റോഡും പൂർത്തിയാക്കി 19.50 കോടി രൂപയുടെ കോഴഞ്ചേരി പാലം നിർമ്മാണവും 23.70 കോടി രൂപ ചെലവിൽ മഞ്ഞനിക്കര ഇലവുംതിട്ട മുളക്കുഴ റോഡ് നിർമ്മാണവും പുരോഗമിക്കുന്നു. ഇലന്തൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് 20 കോടി രൂപ ചെലവിൽ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കും. ടൗൺ സ്ക്വയർ ജംഗ്ഷനിലെ മേൽപ്പാലം, ആ മേൽപ്പാലം പത്തനംതിട്ടയുടെ ഒരു മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്നതാണ്. ഏറെ വിമർശനങ്ങളെല്ലാം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു എങ്കിലും ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാടുകളാണ് പ്രധാനമായിട്ടുള്ളത്. നാളെ എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് വർഷങ്ങൾക്ക് മുന്നോട്ട് വർഷങ്ങളെ കാണാൻ കഴിയുകയും ആ വർഷങ്ങൾക്കു ശേഷം പത്തനംതിട്ടയുടെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അധികം ഗതാഗതം ഉണ്ടാകാൻ പോകുന്ന, ഏറെ തിരക്കുള്ള ഒരു പ്രദേശത്തെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്ന വളരെ ഭാവനാപൂർണമായ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അതും അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 75 ലക്ഷം രൂപ ചെലവിൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റായി RO പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായി. കിഫ്ബി ഫണ്ടിൽ നിന്നും 50 കോടി രൂപ ചെലവിൽ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതികളാണ് ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. പണ്ടൊരു പ്ലാൻ ഫണ്ട് ഒരു ആശുപത്രിക്ക് കിട്ടണമെങ്കിൽ ഒരു വർഷം പരമാവധി 5 ലക്ഷം രൂപ, മെഡിക്കൽ കോളേജൊക്കെ ആണെങ്കിൽ കൂടുതൽ തുക കിട്ടും, ഒരു 20 ലക്ഷം രൂപയൊക്കെ ഒരു വർഷം കിട്ടും. ഇന്ന് നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത് കൊച്ചിൻ ക്യാൻസർ സെൻ്ററാണ്. കിഫ്ബിയിലൂടെയാണ് യാഥാർത്ഥ്യമാക്കിയത്. കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കിയ കൊച്ചിൻ ക്യാൻസർ സെൻ്ററിന് 449 കോടി രൂപയാണ് ചിലവഴിച്ചത്. അതിന് തൊട്ടു മുൻപ് IOT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ 634 കോടി രൂപയാണ് കിഫ്ബിയിലൂടെയാണ് അനുവദിച്ചത്. തൊട്ടടുത്ത ദിവസം കണ്ണൂരിൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു. 200 കോടി രൂപയാണ് ആദ്യഘട്ട നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജ് സർജിക്കൽ ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കി കിഫ്ബിയിലൂടെയാണ് യാഥാർത്ഥ്യമാക്കിയത്. 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലയിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജും ക്യാൻസർ സെൻറ്റേഴ്സും വലിയ സ്ഥാപനങ്ങൾ മാത്രമല്ല, നമ്മുടെ ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, മലയിൻകീഴ്, ചിറയിൻകീഴ്, അതുപോലെ കുണ്ടറ, കരുനാഗപ്പള്ളി, കോഴഞ്ചേരി, അങ്ങനെ അങ്ങ് കാസർഗോഡ് വരെ ധാരാളമായി എല്ലാ ആശുപത്രികളും, ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികളെ നിർമ്മാണ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിഞ്ഞു.
ഈ കാലഘട്ടം ലോകത്തിൻ്റെ ലോകത്തിന് നൽകുന്ന ഏറ്റവും മികച്ച സംഭാവനകളിലൊന്നാണ് IRI, രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം. ആ നിലയിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും നിർമ്മാണ പ്രവർത്തനം സാധ്യമാക്കുന്നതിനും കഴിഞ്ഞു. കിഫ്ബിയിലൂടെയാണ് അത് സാധ്യമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് തലമുറകൾക്കുള്ള ഈ കാലഘട്ടത്തിൻ്റെ പ്രവർത്തനം കൂടിയാണ്. വികസന വഴിയിലൂടെ ആറന്മുള പമ്പാ നദി പോലെ ശാന്തമായി ഒഴുകുകയാണ്, തടസ്സങ്ങളില്ലാത്ത വികസന തുടർച്ചയുമായി. വികസന വഴിയിലൂടെ ആറന്മുള പമ്പാ നദി പോലെ ശാന്തമായി ഒഴുകുകയാണ്, തടസ്സങ്ങളില്ലാത്ത വികസന തുടർച്ചയുമായി. പ്രകൃതിരമണീയമായ വനപാതകളാൽ സമ്പുഷ്ടമായ കോന്നി നിയമസഭാ മണ്ഡലത്തിലെ വികസന കാഴ്ചകളാണ് ഇനി ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ. വിനോദസഞ്ചാര വ്യാപാര കേന്ദ്രമായ കോന്നിയിൽ അടിസ്ഥാന സൗകര്യങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും കോർത്തിണക്കിയുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ജനങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്ന കോന്നി മെഡിക്കൽ കോളേജ് പദ്ധതി യാഥാർത്ഥ്യമായതോടെയാണ് മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറുന്നത്. മെഡിക്കൽ കോളേജ് നടക്കില്ല എന്ന് ജനം വിധിയെഴുതിയ ഘട്ടത്തിലാണ് 352 കോടി രൂപ ചെലവഴിച്ച് ആദ്യഘട്ട നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചത്. കോന്നി പ്രാഥമികാരോഗ്യ കേന്ദ്രവും കോന്നി താലൂക്ക് ആശുപത്രിയും ഉൾപ്പെടെ ആരോഗ്യരംഗത്താണ് കോന്നി മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയതെന്ന് MLA KU ജനീഷ് കുമാർ പറഞ്ഞു. കോന്നിയിൽ കുറേ അധികം വർഷങ്ങളായി ജനങ്ങൾ ആഗ്രഹിക്കുന്നതായിരുന്നു കോന്നി മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജ് 352 രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് മാത്രമാണ് ഇന്നു കാണുന്ന നിലയിലേക്ക് ആ മെഡിക്കൽ കോളേജ് മാറിയത്. 2012 തറക്കല്ലിട്ടു. പക്ഷേ നിർമ്മാണം 2014 തന്നെ മുടങ്ങി. കാരണം കരാറുകാരന് പണം കൊടുക്കാനില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് പാറ പൊട്ടിക്കലായിരുന്നു അവിടെ നടന്നത്. അവിടെയാണ് 2020 കേരളത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മെഡിക്കൽ കോളേജ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. 352 കോടി രൂപ. ആ 352 രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ച് വളരെ പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ആശുപത്രി കെട്ടിടം, അക്കാഡമിക് ബ്ലോക്ക്, വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങൾ, കാഷ്വാലിറ്റി, ഓപ്പറേഷൻ തിയേറ്ററുകൾ, ICU, മറ്റ് ആശുപത്രി ഉപകരണങ്ങൾ എല്ലാം അതിവേഗം അവിടെ ഒരുക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് 2022 കോന്നി മെഡിക്കൽ കോളേജിന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അനുമതി ലഭിക്കുന്നത്. അങ്ങനെ അനുമതി ലഭിച്ച് ഇപ്പോൾ അടുത്ത വർഷം ഏപ്രിൽ 100 ഡോക്ടർമാരെ കോന്നി രാജ്യത്തിന് സംഭാവന ചെയ്യുകയാണ്.
റോഡുകളുടെ വികസനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏഴംകുളം കൈപ്പട്ടൂർ റോഡിന്റെ നിർമ്മാണത്തിനായി 61,18,00,000 രൂപയാണ് ചെലവഴിച്ചത്. അട്ടച്ചാക്കൽ കുപ്പളം പൊയ്ക റോഡിന്റെ നവീകരണത്തിനും കിഫ്ബി വഴി തുക കണ്ടെത്തുകയായിരുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ BM&BC നിലവാരത്തിലാണ് റോഡുകളുടെ നിർമ്മാണം നടന്നത്. കൂടാതെ സീതത്തോട് പാലത്തിന്റെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുന്നു. അച്ചൻകോവിൽ കോന്നി റോഡിന് ഭരണാനുമതി നേടുകയും വന അനുമതിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോന്നിയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയാണ്. ആ മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി കിഫ്ബി വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റോഡ്, ആ റോഡ് കുറുമ്പനി വാലുപാറ റോഡാണ്. 35 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചാണ് ഈ റോഡ് ഉയർന്ന നിലവാരത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മണ്ഡലത്തിൻ്റെ ഏറ്റവും കിഴക്കേ അറ്റമായിട്ടുള്ള സീതത്തോട് പഞ്ചായത്താണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ സീതത്തോട് ജംഗ്ഷനിൽ ഒരു പാലം പതിറ്റാണ്ടുകളായി ആളുകളുടെ ആവശ്യമായിരുന്നു. ആ പാലം കിഫ്ബിയിലൂടെയാണ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലും ധനസഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി 5 കോടി രൂപയും കലഞ്ഞൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി രൂപയും അനുവദിച്ചു. ട്രാൻസ്ഗ്രിഡ് ശബരി പ്രോജക്റ്റിനായി 268.96 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. ചിറ്റാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്, ആ സ്കൂളിൽ 4 കോടി രൂപ മുടക്കിയാണ് ഓഡിറ്റോറിയം ഉൾപ്പെടെ ലാബ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത്. അവിടെ നിന്നും തണ്ണിത്തോട്ടിലേക്ക് പോകുന്ന ചിറ്റാർ ഈട്ടിച്ചോട് നീരുവിലാവ് തണ്ണിത്തോട് റോഡ്, ആ റോഡ് ഹൈവേ നിലവാരത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി 30 കോടിയിലധികം രൂപയാണ് കിഫ്ബിയിലൂടെ അനുവദിച്ചിട്ടുള്ളത്. കോന്നിയിലെ നിരവധി സ്കൂളുകൾ, കലഞ്ഞൂർ സ്കൂളാവട്ടെ, കോന്നി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാവട്ടെ, ഒക്കെ 2 സ്കൂളിലും 5 കോടി രൂപ വെച്ചാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ച ആ സ്കൂളിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. മറ്റു ഫണ്ടുകൾ വേറെയും. വനപ്രദേശമായ കോന്നിയിൽ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി വരുന്ന സാഹചര്യത്തിൽ കോന്നിയിലെ വന അതിർത്തിയിൽ സോളാർ സ്ഥാപിച്ചു. ഇതിനായി 2 കോടി രൂപയാണ് കിഫ്ബി വഴി ലഭ്യമാക്കിയത്. കോന്നിയുടെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കി. ഇക്കാലയളവിലെത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും ഉണ്ടായ വൻ വർധനവ് മണ്ഡലത്തിനാകെ ഉണർവായി. ശബരിമല നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി ഈ വർഷം ശബരിമലയിലേക്ക് ഈ സീതത്തോട്ടിൽ നിന്നും ടാങ്കറിലല്ല കുടിവെള്ളം എത്തിച്ചത്, മറിച്ച് പൈപ്പിലൂടെയായിരുന്നു. ഈ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബി വികസന പദ്ധതിയിലൂടെയാണ്. അങ്ങനെ ധാരാളം കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പിലാക്കുവാൻ കോന്നി മണ്ഡലത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോന്നിയുടെ റോഡുകൾ, അടിസ്ഥാന സൗകര്യ വികസനം, ആശുപത്രി, സ്കൂൾ എല്ലാം മനോഹരമായി 5 വർഷം കൊണ്ട് പുതിയ ഒരു കോന്നിയെ സൃഷ്ടിക്കാൻ
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് സാധിച്ചു എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. മലയോര മേഖലയിലെ ജനങ്ങളുടെ 50 വർഷക്കാലത്തെ ആഗ്രഹമായിരുന്നു മലയോര ഹൈവേ എന്നുള്ളത്. ധാരാളം അയ്യപ്പ ഭക്തർ എത്തുന്ന പ്രധാന പാത, അതോടൊപ്പം തന്നെ ധാരാളം കൃഷിക്കാരുള്ള കോന്നിയിൽ കാർഷിക വിഭവങ്ങളൊക്കെ ചെങ്കോട്ട, തെങ്കാശി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേ 750 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചാണ് സംസ്ഥാന സർക്കാർ ആ മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ആരോഗ്യ, വിദ്യാഭ്യാസ, ടൂറിസം രംഗത്തെ മുന്നിൽ കണ്ടുള്ള പദ്ധതികളിലൂടെയാണ് കോന്നി കുതിപ്പ് തുടരുന്നത്. ഇതിനൊപ്പം പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന നടപടികൾ കൂടി നടപ്പാക്കിയതോടെ കോന്നിയും ചരിത്രമെഴുതുകയാണ്. ആരോഗ്യ, വിദ്യാഭ്യാസ, ടൂറിസം രംഗത്തെ മുന്നിൽ കണ്ടുള്ള പദ്ധതികളിലൂടെയാണ് കോന്നി കുതിപ്പ് തുടരുന്നത്. ഇതിനൊപ്പം പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന നടപടികൾ കൂടി നടപ്പാക്കിയതോടെ കോന്നിയും ചരിത്രമെഴുതുകയാണ്.